മലയാളത്തിൻ്റെ എന്നത്തെയും പ്രിയ കവി ONV സാറിൻ്റെ പ്രൊഫസർ ONV കുറുപ്പിൻ്റെ അമ്മ എന്നൊരു കവിതയുടെ വരികൾ ഞാൻ ചൊല്ലാം. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. ഒരു കല്ലടുപ്പിലെ തീയിലല്ലോ അവരുടെ കഞ്ഞി തിളച്ചിരുന്നു. ഒരു വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമാർപ്പും. ഒരു കിണർ കിനിയുന്ന നീരാണല്ലോ ഓരി കുടിക്കാൻ കുളിക്കുവാനും. 9 വെവ്വേറെ 9 വെവ്വേറെ അവർ കന്തിയുറങ്ങുവാൻ മാത്രമല്ലോ. ചെത്തിയ കല്ലിൻ്റെ ചേലു കണ്ടാൽ കെട്ടിപ്പടുക്കും പടുത കണ്ടാൽ അക്കൈ വിരുതൂപ്പുകൾ തുമാരും അപ്പുകൾക്കേതിനും മീതയല്ലോ. കോട്ടാമതിയിലും മതിലകത്തെ കൊട്ടാരം കോവിൽ കൂത്തമ്പലവും അവരുടെ കൈകൾ പടുത്തതത്രേ. അഴകും കരുത്തും കൈകോർത്തതത്രേ. 9 കല്ലുകൾ ചേർന്നൊരു ശില്പഭംഗി തളിർത്ത പോലെ. 9 കൽപ്പണിക്കാരവർ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. അതുകാലം കോട്ടതൻ മുന്നിലായി പുതിയൊരു ഗോപുരം കെട്ടുവാനായി ഒത്തു 18 കൈകൾ വീണ്ടും ഉത്സവമായി ശബ്ദഘോഷമായി. കല്ലിനും മീതയായി നൃത്തമാടി കല്ലുളി കൂടങ്ങൾ താളമിട്ടു. ചെത്തിയ കല്ലുകൾ ചാന്തു തേച്ചും ചേർത്തു പടുക്കും പടുത എന്തേ ഇക്കുറി വല്ലായ്മയാർന്നുപോയി. ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും കയ്യുകൾ മാറ്റിപ്പടുത്തു നോക്കി കല്ലുകൾ മാറ്റിപ്പടുത്തു നോക്കി. ചാത്തുകൾ മാറ്റി കുഴച്ചു നോക്കി ചാർത്തുകളൊക്കെയും മാറ്റി നോക്കി. തെറ്റിയതെന്താണെവിടെയാവോ ഭിത്തിയുറയ്ക്കുന്നില്ലൊന്നുകൊണ്ടും. എന്താണു പോവഴി എന്നൊരൊറ്റ ചിന്ത അവരിൽ പുകഞ്ഞു നിൽക്കെ വെളിപാടുകൊണ്ട് ആരോ ചൊല്ലിയത്രേ അധികാരമുള്ളോരതിറ്റു ചൊല്ലി. 9 വധുക്കളെന്നാൽ ഒന്നിനെ ചേർത്തി മതിൽ പടുത്താൽ ഈ മതിൽ മണ്ണിലുറച്ചു നിൽക്കും. ആ ചന്ദ്രതാരമുയർന്നു നിൽക്കും. 9 വധുക്കൾ 9 പ്രിയവധുക്കൾ അൻപിയെന്നോരവർ ഒന്നുപോലെ. ക്രൂരമാം ഈ ബലിക്കായതിൽ നിന്ന് ആരെ ഒരുവളെ മാറ്റി നിർത്തും. കൂട്ടത്തിലേറ്റവും മൂപ്പെഴുന്നോൻ തെല്ലൊരുറ്റത്തടപ്പോൾ പറഞ്ഞുപോയി. ഇന്നുച്ച നേരത്തു കഞ്ഞിയുമായി വന്നെത്തിടുന്നവൾ ആരുമാട്ടെ. അവളെയും ചേർത്തി മതിൽ പടുക്കും അവളി പണിക്കാർതൻ കാനം കാക്കും. 9 പേരവർ കൽപ്പണിക്കാർ 9 മെയ്യും ഒരു മനസ്സും. എങ്കിലും 9 പേരും അപ്പോൾ സ്വന്തം വധുമുഖം മാത്രമോർത്തു. അശുഭങ്ങൾ ശങ്കിച്ചു പോകയാലോ അറിയാതെ നെടുവീർക്കുതിർന്നുപോയി. ഒത്തു 18 കൈകൾ വീണ്ടും ഭിത്തി പടുക്കും പണി തുടർന്നു.
തങ്ങളിൽ നോക്കാനുമായിടാതെ എങ്ങോ മിഴി നട്ടു നിന്നവരും ഉച്ചവെയിലിൻ തിളച്ച കഞ്ഞി പച്ചില തോറും പകർന്നതാരോ അക്കഞ്ഞി പാർന്നതിൻ ചൂടു തട്ടി പച്ചത്തലപ്പുകളൊക്കെ വാടി കഞ്ഞിക്കലവും തലയിലേറ്റി കയ്യാലെ താങ്ങി പിടിച്ചുകൊണ്ട് മുണ്ടകപ്പാടാവരമ്പിലൂടെ മുന്നിലെ ചെന്തെങ്ങിൻ തോപ്പിലൂടെ തുമ്പപ്പു ജ്യോതിയുമായി മണ്ടിക്കിതച്ചു വരുന്നതാരോ മൂക്കിൻ്റെ തുമ്പത്തു തൂങ്ങി നിന്നു മുത്തുപോൽ ഞാത്തുപോൽ വേർപ്പുതുള്ളി മുന്നിൽ വന്നങ്ങനെ നിന്നവളോ മൂത്തയാൾ വെട്ടവെണ്ണായിരുന്നു ഉച്ചയ്ക്കു കഞ്ഞിയും കൊണ്ടുപോരാൻ ഊഴാമവാളുടേതായിരുന്നു 9 പേരവർ കൽപ്പണിക്കാർ 9 മെയ്യും ഒരു മനസ്സും എങ്കിലും ഏറ്റവും മൂത്തയാളിൻ ചങ്കിലൊരു വെള്ളിടി മുഴങ്ങി കൊട്ടിയ പ്ലാവില മുന്നിൽ വെച്ചു ചട്ടിയിൽ കഞ്ഞിയും പാർന്നു വെച്ചു ഒറ്റത്തൊടുകറി കൂടെ വെച്ചു 9 പേർക്കും വിളമ്പി വെച്ചു കുഞ്ഞിനെ തോളിൽ കിടത്തി തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അടുത്തിരിക്കെ ഈ കഞ്ഞിയൂട്ടൊടുക്കത്തെയാണെന്ന് ഓർക്കുവാൻ ആസദിക്കായതില്ല ഓർക്കാപ്പുറത്താണ് ശനിപാദം ഓർക്കാപ്പുറത്താണ് ശനിപാദം ആർക്കറിയാമെന്നതിൻ മുഹൂർത്തം കാര്യങ്ങളെല്ലാം അറിഞ്ഞവാറെ ഈറനാം കണ്ണു തുടച്ചുകൊണ്ട് വൈവിശ്യമൊക്കെ അകത്തൊതുക്കി കൈവന്ന കയ്പും മധുരമാക്കി കൂടെ പൊറുത്ത പുരുഷനോടും കൂടപ്പിറപ്പുകളോടുമായി ഗദ്ഗദത്തോട് പൊരുതിടുമ്പോൾ അക്ഷരമോരോന്നും ഊന്നിയൂന്നി അന്ത്യമാം തന്നഭിലാഷമാപ്പോൾ അഞ്ജലിപൂർവം അവൾ പറഞ്ഞു കെട്ടിമറയ്ക്കൊല്ല എൻ്റെ നെഞ്ചും കെട്ടിമറയ്ക്കൊല്ല എൻ്റെ കയ്യും എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്കു കൊണ്ടുപോരൂ ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഈ മുലയൂട്ടാൻ അനുവദിക്കൂ ഏതു കാറ്റുമെൻ പാട്ടുപാടുന്നു ഏതു മണ്ണിലും ഞാൻ മടക്കുന്നു മണ്ണളന്നു തിരിച്ചുകൊൾ നാട്ടി മന്നരായി മതിച്ചവർക്കായി 9 കൽപ്പണിക്കാർ പടുത്ത വൻപി എന്നൊരക്കോട്ട തൻ മുന്നിൽ ഇന്നു കണ്ടെനാ പെണ്ണിൻ അപൂർണ സുന്ദരമായ വെൺശിലാശില്പം എന്തിനോ വേണ്ടി നീട്ടി നിൽക്കുന്ന ചന്തമോലും ഒരാവലം കയ്യും ഞെട്ടിൽ നിന്നു പാൽ തുള്ളികളൂറും മട്ടിലുള്ളൊരാ നഗ്നമാം മാറും കണ്ടുണർന്ന എൻ്റെ ഉള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. ഇത് ONV സാറ് പാലക്കാടിനപ്പുറം ഒരു സിന്ധുവിനെ അറിയാം, എനിക്കറിയില്ല. വൻപി എന്നൊരു കോട്ടയുണ്ട്, അവിടെ ഒരു ശില കൊത്തിവെച്ചിട്ടുണ്ട് ഈ അമ്മ കൈ നീട്ടി. അപ്പം അത് നോക്കിയപ്പോൾ നമ്മുടെ കവിക്ക് തോന്നിയ വരികളാണത്. അമ്മ 2 അക്ഷരം അമ്മ.